സെയിൻ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും സ്വാഗതം. പുലരിയുടെ പുതുമോടിയിൽ പൂത്തു നിൽക്കുന്ന പൂക്കളുടെ സൗന്ദര്യം കണ്ട് നമുക്കിന്നത്തെ വ്ളോഗ് തുടങ്ങാം. നിറയെ പൂക്കളുമായിട്ട് സുന്ദരിയായി വിരിഞ്ഞു നിൽക്കുന്ന ഒരു ചെടിയാണിത്. ലൈറ്റ് ബ്ലൂ കളറിലാണ് ഈ ഒരു പൂക്കൾ. കുഞ്ഞു കുഞ്ഞു ഇലകളും ഇടയ്ക്കിടയ്ക്കുള്ള പൂക്കളുമാണ് ഈ ഒരു ചെടിയുടെ സൗന്ദര്യം. ഇനി അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ നമ്മുടെ ബൊഗൈൻവില്ല. നീളം കൂടിയ കമ്പുകളുടെ അഗ്രഭാഗത്ത് നിറയെ പൂത്തു നിൽക്കുന്ന നല്ല പിങ്ക് കളറുള്ള ബൊഗൈൻവില്ലയാണിത്. ബൊഗൈൻവില്ല കഴിഞ്ഞാൽ പിന്നെ പൂത്തു നിൽക്കുന്നത് കൊങ്ങിണിച്ചെടിയാണ്. വൈറ്റ് കളറും വയലറ്റ് കളറും നന്നായി പിടിച്ച് നല്ല പൂക്കൾ തരാൻ തുടങ്ങിയിട്ടുണ്ട്. കൊങ്ങിണിച്ചെടിയും നല്ല ഫ്ലവറിംഗ് പ്ലാന്റ് തന്നെയാണ്. ഇനി അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ പ്ലാന്റാണിത്, സാൽവിയ പ്ലാന്റ്. സാൽവിയയുടെ റെഡും യെല്ലോയും ഓറഞ്ചും ഒക്കെ വിപണിയിൽ അവൈലബിൾ ആണ്. പെട്ടെന്ന് ചീത്തയാകാത്ത അത്യാവശ്യം നല്ല സമയമെടുത്ത് വിരിഞ്ഞു നിൽക്കുന്ന പൂവാണ് സാൽവിയ പ്ലാന്റിൻ്റെ ഫ്ലവർ. ഇനിയുള്ളത് നമ്മുടെ വിൻക പ്ലാന്റ് ആണ്. നല്ല ഭംഗിയുള്ള ഫ്ലവറിങ് പ്ലാന്റ് തന്നെയാണ്. അതിനുശേഷം അതിന് തൊട്ടടുത്തായിട്ട് ജമന്തി നല്ലവണ്ണം മൊട്ടുകൾ വന്ന് ഒരുപാട് മൊട്ടുകളുമായിട്ടാണ് ഇപ്പം നിൽക്കുന്നത്. ഈ ഒരു പ്ലാന്റ് നശിച്ചു പോയത് വീണ്ടും വന്നതാണ്. പിന്നീട് പൂക്കളെക്കാളും സൗന്ദര്യമുള്ള കോളിയോസ് പ്ലാന്റിൻ്റെ ഭംഗി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ഭംഗിയാണ് കോളിയോസ് പ്ലാന്റിന്. ഇത് ഫിലോഡെൻഡ്രോൺ ആണ്. ഇതിൻ്റെ തളിരിലകൾ നല്ല ബ്രൗൺ കളറായിരിക്കും. കണ്ടില്ലേ വിരിഞ്ഞു നിൽക്കുന്നത് തെച്ചിപ്പൂവാണ്. നല്ല ക്യൂട്ടായിട്ട് വിരിഞ്ഞു നിൽക്കുന്നുണ്ട്. ഇതും നമുക്ക് നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് തന്നെയാണ്. ഈ ഒരു പ്ലാന്റ് മെക്സിക്കൻ പെറ്റൂണിയ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ്. ഇടതടവില്ലാതെ ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റ് ആണിത്. നല്ല വെയിലുള്ള ഭാഗത്ത് വേണം നമ്മളിതിനെ നട്ടുകൊടുക്കാൻ. ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇപ്പോൾ നമ്മുടെ ഓൺലൈൻ സെയിലിൽ അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റുകളാണ്. അഗ്ലോണിമ ചെടികളാണ്. ഹെൽത്തിയായ പ്ലാന്റുകളാണ്. ഇതൊക്കെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. പ്ലാന്റുകൾ ആവശ്യം ഉള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ അതിൻ്റെ റേറ്റും മറ്റുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ അറിയിച്ചു തരുന്നതാണ്. ഇവയെല്ലാം ഇപ്പോൾ പുതിയ വന്ന പ്ലാന്റുകളാണ്. പിന്നീട് നമ്മൾ 15 ദിവസം നമ്മുടെ കയ്യിൽ വെച്ച് വളരെ ക്ലിയർ ആയിട്ട് നോക്കി നല്ല ഹെൽത്തി ആക്കി എടുത്തതിന് ശേഷമാണ് നമ്മൾ ഓൺലൈൻ സെയിലിനായിട്ട് ഇവരെ തയ്യാറാക്കി വെക്കുന്നത്. ഫുള്ളായിട്ട് ഗ്രീനുള്ള വീതി കുറഞ്ഞ ലീഫുകളുമായിട്ടുള്ള ഒരു അഗ്ലോണിമ ചെടിയാണിത്. ഇതും നമ്മുടെ ഓൺലൈൻ സെയിലിൽ അവൈലബിൾ ആണ്. ഈ ഒരു അഗ്ലോണിമയും നല്ല ഭംഗിയോടെ വളരുന്ന നല്ല ഹെൽത്തി ആയ ഒരു പ്ലാന്റ് തന്നെയാണ്. ഇതിൻ്റെ ഇലകൾക്ക് നല്ല വീതി കൂടിയ ഇലകളാണുള്ളത്. തൊട്ടപ്പുറത്തിരിക്കുന്നത് നല്ല നീളൻ ഇലകളാണ്. സെയിം ഡോട്ടുകളും പുള്ളിയൊക്കെയാണ്, പക്ഷെ ഷേപ്പിൽ മാത്രമാണ് ഈ ഒരു ചെടികൾക്ക് വ്യത്യാസമുള്ളത്. അതിൽ നിന്നും വ്യത്യാസമായ ഈ ഒരു പ്ലാന്റ്, ഈ ഒരു പ്ലാന്റിന് പെട്ടെന്ന് തന്നെ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന പ്ലാന്റുകളാണ് ഇതൊക്കെ. ഓരോ പ്ലാന്റും അത്യാവശ്യം ഉയർന്നു വരുന്ന സമയത്ത് നമുക്ക് കട്ട് ചെയ്ത് കൊടുത്ത് വീണ്ടും മണ്ണിൽ കുത്തി ഒരുപാട് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കട്ട് ചെയ്ത ഭാഗം നമ്മൾ മണ്ണ് കുത്തി റെഡിയാക്കുമ്പോൾ അതൊരു തൈയും പിന്നെ കട്ട് ചെയ്ത ഭാഗത്ത് 2-3 തൈകൾ പൊട്ടി ഉണ്ടാകുകയും ചെയ്യും. അതാണ് അഗ്ലോണിമ ചെടിയുടെ ഒരു പ്രത്യേകത. പെട്ടെന്ന് തന്നെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഈ ചെടികളൊക്കെ ആ ഒരു രീതിയിൽ തണ്ട് മുറിച്ച് കുത്തിയിട്ട് തൈകൾ ഉണ്ടാക്കിയെടുത്തതാണ്. അതുകൊണ്ട് തന്നെ ഈ ചെടികളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ കുഞ്ഞുങ്ങളും വരാനുള്ള സാധ്യത കൂടുതലാണ്. ചാണകപ്പൊടി കലക്കി ഒഴിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ പച്ചച്ചാണം കിട്ടുന്നവർക്ക് അങ്ങനെ വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുക്കുകയോ ചെയ്യുന്നത് അഗ്ലോണിമ ചെടി പെട്ടെന്ന് തൈകൾ ഉണ്ടാകാൻ സഹായിക്കും. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു ചെടിയാണിത് കേട്ടോ. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ്. നല്ല റോസ് കളറിൽ ഗ്രീൻ ഡോട്ടുകളൊക്കെ ആയിട്ട്
വളരെ ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. ഇതിനിപ്പോൾ ഒരു കുഞ്ഞ് വന്ന് തുടങ്ങിയിട്ടുണ്ട്, ചെറിയൊരു കുഞ്ഞ്. ഇനി അതും നമുക്ക് പിരിച്ച് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം. ഇനിയുള്ളത് ഈ ഒരു അഗ്ലോണിമയാണ്. ഇതൊക്കെ നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഇപ്പോൾ ഒരുപാട് തൈകൾ അവൈലബിൾ ആണ്. ഇനിയുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ്. ഇതും നമ്മൾ തണ്ട് മുറിച്ച് കുത്തി പുതിയ തൈ ഉണ്ടാക്കിയെടുത്തതാണ്. വളരെ നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആയിട്ട് വരുന്നുണ്ട്. അഗ്ലോണിമ ചെടികൾ നടുന്ന സമയത്ത് ചകിരിച്ചോറും മണ്ണും ചാണകപ്പൊടിയും പെർലൈറ്റും കൂടി യൂസ് ചെയ്ത് നട്ടു കൊടുക്കുക. പെട്ടെന്ന് തൈകൾ ഉണ്ടാവാൻ ഈ ഒരു രീതി പരീക്ഷിച്ച് നോക്കുക. ഇനി നമുക്കൊരു സാൽവിയ പ്ലാന്റ് റീപോർട്ട് ചെയ്യുന്നത് കാണാം. പോട്ടിൽ നിന്ന് നമ്മൾ നേരിട്ട് ഈ ഒരു മൺചട്ടിയിലേക്ക് നട്ടുകൊടുക്കുകയാണ്. ശേഷം നമ്മൾ ഇതുപോലെ മണ്ണും ചകിരിച്ചോറും ചാണകപ്പൊടിയും കൂടെ ചേർത്ത് മിശ്രിതം അതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെടിയെ തണലുള്ള ഭാഗത്ത് സെറ്റ് ചെയ്യാം. റീപോർട്ട് ചെയ്ത ഏത് ചെടികളായാലും ഒരാഴ്ച അവർക്ക് നമ്മൾ വെയിൽ തട്ടാതെ സൂക്ഷിക്കണം. നന്നായി പിടിച്ച് പുതിയ ഇലകൾ വരാൻ തുടങ്ങുന്ന സമയത്ത് മാത്രം നമ്മൾ വെയിലിൽ വെക്കേണ്ട ചെടിയാണെങ്കിൽ വെയിലത്ത് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഷെയ്ഡുള്ള ഭാഗത്തേക്ക് മാറ്റുക. പിന്നീട് ഒരുപാട് ആളുകൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, കലാഞ്ചിയോ പ്ലാന്റിൻ്റെ ഫ്ലവർ കഴിഞ്ഞാൽ ആ ഒരു തണ്ട് ഭാഗം വെട്ടിക്കൊടുക്കണോ എന്നുള്ള ചോദ്യം. നമ്മൾ കലാഞ്ചിയോ പ്ലാന്റിൻ്റെ ഫ്ലവർ കഴിഞ്ഞാൽ വെട്ടിക്കെടുക്കുന്ന ഭാഗം നമുക്ക് മണ്ണിൽ നട്ട് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വെട്ടിക്കൊടുത്ത ഭാഗത്ത് നിന്ന് വീണ്ടും പുതിയ മുളകളൊക്കെ വന്ന് ഒന്നുകൂടി ഹെൽത്തി ആയിട്ട് നമ്മുടെ കലാഞ്ചിയോ പ്ലാന്റ് വളർന്നു വരും. കലാഞ്ചിയോ പ്ലാന്റിന് നമ്മൾ വെജിറ്റബിൾ വേസ്റ്റോ ഒന്നും ഇട്ട് കൊടുക്കാത്തതാണ് നല്ലത്. കാരണം തണ്ട് പെട്ടെന്ന് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഉണക്ക ചാണകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നതാണ് ബെറ്റർ എന്നാണ് എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇന്ന് ചെടികളെക്കുറിച്ച് പറഞ്ഞ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാവുമെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും എൻ്റെ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഓൺലൈനായിട്ട് ചെടികൾ വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇപ്പോൾ അഗ്ലോണിമ ചെടികളൊക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട്. വീഡിയോ അവസാനം വരെ കണ്ടു നിന്ന എല്ലാ പ്രിയമുള്ളവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.